നമസ്കാരം. പ്രധാന വാർത്തകൾ. വിനേഷ് ഫോഗട്ട് രാഷ്ട്രീയത്തിലേക്ക്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചേക്കും. വരാനിരിക്കുന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുസ്തി താരം വിനേഷ് ഫോഗട്ട് മത്സരിച്ചേക്കും. താരത്തിന്റെ അടുത്ത വൃത്തങ്ങളാണ് ഈ കാര്യം അറിയിച്ചത്. വിനേഷ് ഫോഗട്ടിനെ രാഷ്ട്രീയത്തിലേക്ക് എത്തിക്കാൻ വിവിധ പാർട്ടികൾ ശ്രമം തുടങ്ങിയതായാണ് റിപ്പോർട്ട്. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത് തിരികെ നാട്ടിലെത്തിയ വിനേഷ് ഫോഗട്ടിന് വൻ സ്വീകരണമാണ് ലഭിച്ചത്. വിനേഷ് ഫോഗട്ടിനെ വിമാനത്താവളത്തിൽ മാലയിട്ട് സ്വീകരിച്ചവരിൽ കോൺഗ്രസ് എം പി ദീപേന്ദ്ര ഗൂഡ അടക്കമുള്ളവരുണ്ടായിരുന്നു. കുട്ടനെല്ലൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ്. ഏരിയ കമ്മിറ്റി അംഗം റിക്സൺ പ്രിൻസിനെ പുറത്താക്കി CPM. കുട്ടനെല്ലൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ നേതാക്കൾക്കെതിരെ നടപടിയെടുത്ത CPM. തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം KP സ്കൂളിലെ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും ഒഴിവാക്കി. ഏരിയ കമ്മിറ്റി അംഗവും മുൻ ബാങ്ക് പ്രസിഡന്റുമായിരുന്ന റിക്സൺ പ്രിൻസിനെ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കി. CPM സംസ്ഥാന കമ്മിറ്റി അംഗം MK കണ്ണന്റെ നേതൃത്വത്തിൽ 3-അംഗ സമിതി നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നേതാക്കൾക്കെതിരായ നടപടി. കരുവന്നൂർ മോഡൽ തട്ടിപ്പിലൂടെ കുട്ടനെല്ലൂർ ബാങ്കിൽ 32 കോടിയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് കണ്ടെത്തൽ. ബാങ്ക് നടത്തിപ്പിൽ ഏരിയ കമ്മിറ്റി അടക്കമുണ്ടായത് ഗുരുതര വീഴ്ചയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഏരിയ സെക്രട്ടറി കൂടിയായ KP പോളിനെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയത്. മുതലപ്പൊഴിയിൽ ഇന്ന് മാത്രം അറിഞ്ഞത് 3 വള്ളങ്ങൾ. മുതലപ്പൊഴിയിൽ ഇന്ന് മാത്രം അറിഞ്ഞത് 3 വള്ളങ്ങൾ. രാവിലെ 6:30-ക്ക് 2 വള്ളങ്ങളും ഉച്ചയോടെ മറ്റൊരു വള്ളവും മറിയുകയായിരുന്നു. രാവിലെ 7 മണിയോടെയാണ് ആദ്യ അപകടം നടന്നത്. 1 മണിക്കൂറിനുള്ളിൽ രണ്ടാമത്തെ വള്ളവും മറിഞ്ഞു. പെരുമാതുറയിലെയും പുതുകുറിച്ചിയിലെയും വള്ളങ്ങളാണ് ആദ്യം അപകടത്തിൽപ്പെട്ടത്. എല്ലാവരെയും രക്ഷപ്പെടുത്തി. കഴിഞ്ഞ ദിവസം വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം ഇന്നലെ കണ്ടെത്തിയിരുന്നു. KSRTC ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ മർദ്ദിക്കുവാൻ ശ്രമം. 3 പേർ പിടിയിൽ. തിരുവനന്തപുരം ചിറയൻകീഴിൽ KSRTC ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ മർദ്ദിക്കുവാൻ ശ്രമിച്ച കേസിൽ 3 പ്രതികൾ അറസ്റ്റിൽ. ചിറയൻകീഴ് എരുമക്കാവ് സ്വദേശി സംഗീത്, അടിക്കലം സ്വദേശി കൃഷ്ണപ്രസാദ്, നഗരൂർ സ്വദേശി വിഷ്ണുപ്രസാദ് എന്നിവരാണ് പിടിയിലായത്. ഇന്നലെയായിരുന്നു സംഭവം. ഇന്നോവ കാറിലെത്തിയ സംഘം യാത്രക്കാരും വനിതാ കണ്ടക്ടറും ഉൾപ്പെടെയുള്ളവരുടെ മുന്നിൽ വെച്ച് ഹീനമായ രീതിയിൽ KSRTC ബസ് ഡ്രൈവർ S ജയകുമാറിനെ അസഭ്യം പറയുകയും അരമണിക്കൂറോളം KSRTC ബസ്സിനെ തടഞ്ഞിടുകയും ചെയ്തു. ആറ്റിങ്ങൽ യൂണിറ്റിലെ ബസ്സിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗതാഗത മന്ത്രിക്ക് കാര്യമില്ല. ഗണേഷ് കുമാർ. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സാംസ്കാരിക വകുപ്പും സർക്കാരും ആവശ്യമായ നടപടി സ്വീകരിക്കുമെന്നും ഇതിൽ ഗതാഗത മന്ത്രിക്ക് കാര്യമില്ലെന്നും മന്ത്രി KB ഗണേഷ് കുമാർ. സിനിമാ നടൻ കൂടിയായ മന്ത്രി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ സ്ത്രീകൾ നേരിടുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ച പരാമർശങ്ങളിൽ കൂടുതൽ പ്രതികരിക്കാനും തയ്യാറായില്ല. എന്തെങ്കിലും പറഞ്ഞ വിവാദത്തിലില്ലെന്നും ചില കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് ചാടേണ്ടെന്നും മന്ത്രി പറഞ്ഞു. റിപ്പോർട്ട് പുറത്തു വന്നത് നല്ലതാണ്. അവസരങ്ങൾ ലഭിക്കുന്നതിന് വിട്ടുവീഴ്ച ചെയ്യണമെന്നൊക്കെ പണ്ടേ കേൾക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു.